ഹലോ നമസ്കാരം, എല്ലാവർക്കും sncks-ന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് ഖത്തറിലുള്ള ചായക്കടയിലോട്ടാണ്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ റിവ്യൂ ഒന്നുമല്ല ഞാൻ ചെയ്യണത്. ഇതെൻ്റെ ജെന്യുവനായിട്ടുള്ള റിവ്യൂവും അതേപോലെ തന്നെ കുറേ നാളായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിരുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ ഞാൻ അവിടെ കണ്ട കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ നമ്മൾ ആ ചായക്കട എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല ഒരു ഫീലാണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണാൻ പറ്റുന്ന പല പല സാധനങ്ങളും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പുരാതനമായിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചായക്കട എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കാണാൻ പറ്റും. ഇൻറ്റീരിയലിനെ പറ്റി പറയുവാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻറ്റീരിയൽ ഇൻ ഖത്തറുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ ചായക്കട. നല്ല അടിപൊളി ഇൻറ്റീരിയലാണ്, അതേപോലെ തന്നെ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലം. അപ്പോൾ ഇവിടെയുള്ള ഓരോ സാധനങ്ങളും നമുക്ക് ഓരോ രീതിയിലുള്ള ഓരോ ട്രീറ്റാണ് തരുന്നത്. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഞങ്ങൾ എൻജോയ് ചെയ്ത ഓരോ ഡിന്നറും കൂടിയായിരുന്നു ഈ ചായക്കട എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലുള്ള ഡിന്നർ. നമ്മുടെ നാട്ടിലെ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഓരോ സാധനങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന വണ്ടികൾ, ഓരോരോ സിനിമ പേരുകൾ, ഇവിടുത്തെ ടേബിളിന് പോലും ഓരോ സ്ഥലങ്ങളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഒത്തിരി ഡീറ്റെയിലിംഗ് ആയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തതിന് ശേഷം ഞങ്ങളൊരു അരമണിക്കൂറോളം ഈ റെസ്റ്റോറൻറ്റിലുള്ള ഓരോ കാര്യങ്ങൾ കാണാനും ഇങ്ങനെയൊക്കെ നടന്നേച്ചു. പിന്നെ ഇവിടെ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന സ്ലേറ്റ്, പെൻസിൽ, അതേപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അന്തുവിനും അജയനും എനിക്കൊക്കെ നല്ല ഫണ്ണായിരുന്നു. കാരണം അന്ത് ആദ്യമായിട്ടാണ് സ്ലേറ്റും പെൻസിലും അവൻ്റെ ലൈഫിൽ കാണുന്നത്. അപ്പോൾ അവന് ആദ്യം തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും, ഇതാണ് സ്ലേറ്റാണ്, പെൻസിലാണ്, അപ്പയും അമ്മയും പണ്ട് ഇത് സ്കൂളിൽ പോയപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറയണം. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അതിലെങ്ങനെ യൂസ് ചെയ്യും അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ വി ക്യാൻ സീ ദ എക്സൈറ്റ്മെൻറ്റ് ഇൻ അന്തുസ് ഫേസ്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആളങ്ങനെ സ്ലേറ്റിൽ കുറേ ഇതൊക്കെ കുത്തി വരയ്ക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തു. അജയേട്ടനൊരു ഫോട്ടോ വരച്ചു. അപ്പോൾ ആൾ പറയണത് ആ ഫോട്ടോ അന്തുവാണെന്നാണ് ആൾ പറയണത്. നമുക്കിവിടെ ഓർഡർ ചെയ്യാനായിട്ട് വെയിറ്ററും കാര്യങ്ങളൊന്നും വരണ്ട. നമ്മുടെ ടേബിളിൻ്റെ മുമ്പിലുള്ള ആ സ്കാൻ ചെയ്യാനുള്ള കോഡൊന്ന് നമ്മുടെ ഫോണിൽ സ്കാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഫോണിൽ ഹോട്ടലിൻ്റെ മെനു കിട്ടുന്നതാണ്. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ചെന്നു, അതങ്ങനെ സ്കാൻ ചെയ്തു.
അതുവഴി ഞങ്ങൾ മെനു കണ്ടു. മെനുവിൽ നോക്കിയപ്പോൾ ഒത്തിരി വെറൈറ്റി ഫുഡൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ഫുഡ് ഓർഡർ ചെയ്തതിന് ശേഷം അധികം ഡിലേ അല്ലാതെ തന്നെ നമുക്ക് ഫുഡ് വന്നു. സമയം പോയത് അറിഞ്ഞില്ലെന്ന് വേണം സത്യം പറയാനായിട്ട്. കാരണം ഞങ്ങൾ ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും കുറേ നാൾക്ക് ശേഷം കാണുകയും ഞാൻ തന്നെ ജീവിതത്തിൽ പലതും പുതിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ നടന്ന സമയത്ത് കൊണ്ട് ഫുഡ് വന്നത് അറിഞ്ഞില്ല. ഞാനപ്പോൾ ഓർഡർ ചെയ്ത് വെച്ചത് പൊതി പൊറോട്ടയും പിന്നെ അപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ തവ റോസ്റ്റ് ഫിഷ് ഫ്രൈ ആണ് ഓർഡർ ചെയ്ത് വെച്ചത്. ഒന്നും പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പൊതി പൊറോട്ടയിൽ തന്നെ അവർ 3 തരം ഫില്ലിംഗ് ആണ് ചെയ്ത് വെച്ചത്. ഫസ്റ്റ് എഗ് ബുർജിയും എഗ് ബോയിൽഡ് എഗ്ഗും വെച്ചിട്ടുള്ള ഒരു ഫില്ലിങ്, അതേപോലെ തന്നെ ചില്ലി ചിക്കൻ്റെ ഒരു ഫില്ലിങ് ചിക്കൻ വെച്ചിട്ട്, പിന്നെ നമ്മുടെ നാടൻ ബീഫിൻ്റെ ഒരു ഫില്ലിങ്. അങ്ങനെ 3 തരത്തിലുള്ള വെറൈറ്റി ഫില്ലിംഗ് ആണ് അവർ ചെയ്ത് വെച്ചത്. നമുക്ക് ഓരോ ലെയർ കഴിക്കുമ്പോഴും ഓരോ വെറൈറ്റി ടേസ്റ്റാണ് നമ്മുടെ വായിലോട്ട് എത്തിക്കൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഫിഷ് തവ ഫ്രൈ ആണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നല്ല നാട്ടിൽ കിട്ടുന്ന നല്ല ചായക്കടയിലെ അപ്പത്തിൻ്റെ അതേ ടേസ്റ്റ് ആയിരുന്നു. അജയേട്ടനും ഞാനൊക്കെ പറയായിരുന്നു പണ്ടൊക്കെ ചായക്കടയിൽ നിന്ന് കൊണ്ടുവരുന്ന അപ്പത്തിൻ്റെ അതേ ടേസ്റ്റ്. അപ്പോൾ അന്തും ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുണ്ട്. ഫുഡ് ഓൾമോസ്റ്റ് ഫിനിഷായി. നമ്മുടെ മീനിൻ്റെയൊക്കെ അസ്ഥികൂടം മാത്രമാക്കി മാറ്റിയിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിൻ്റെ റേറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലും ഒത്തിരി കത്തി റേറ്റിംഗ് ഒന്നുമല്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധാരണക്കാരുടെ രീതിയിലുള്ള ഒരു റേറ്റിംഗ് ആണ് കേട്ടോ ഇവർ കൊടുത്തേക്കുന്നത്. അതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു. സാധാരണ ആൾക്കാർ വിചാരിക്കും ഇത്രയും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ഭയങ്കര ഹൈ ആയിട്ട് നമ്മൾ പൈസ കൊടുത്ത് ഹൈ റേറ്റിങ്ങോട് കൂടിയുള്ള ഫുഡൊക്കെ കഴിക്കേണ്ടി വരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നോർമലായിട്ടുള്ള റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ഹൈജീനിക് ഫുഡാണ് ഞങ്ങൾക്ക് സെർവ് ചെയ്തത്. അപ്പോൾ അങ്ങനെ കുശാലായിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങളുടെ ഒരു തിരക്ക് പിടിച്ച ഒരാഴ്ചയിലെ ഒരു ഈവനിങ് ഞങ്ങൾ ചായക്കട എന്ന് പറയുന്ന ഹോട്ടലിൽ സ്പെൻഡ് ചെയ്തു. ഒരു 2-3 മണിക്കൂർ ഞങ്ങൾ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്നു കേട്ടോ. കാരണം അത്രയും ടൈം നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്താൽ സമയം പോകണമെന്ന് നമ്മൾ അറിയത്തില്ല. അങ്ങനെ അവിടുത്തെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുവാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പേഴ്സണൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതേപോലെ സ്റ്റേ ഹെൽത്തി. ബൈ.